ഫ്രണ്ടിലൊന്നും ലൈറ്റ് വയ്ക്കാൻ ഒരു കാരണവശാലും ഹൈക്കോടതി അനുവദിക്കില്ല. ജഡ്ജ് 2 ആഴ്ച കൂടുമ്പോൾ ഇവരെല്ലാം വിളിച്ചു വരുത്തി ശകാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹം പറയുന്ന കേൾക്കാതിരിക്കാൻ പറ്റൂ, കോടതി പറയുന്നത് കേട്ടേ പറ്റുള്ളൂ. അതൊക്കെ വെറുതെ ഇലക്ഷന് ചുമ്മാ ആളെ പറ്റിക്കാൻ പറ്റും. ഓൾട്രേഷൻ ചെയ്യാൻ സമ്മതിച്ചേക്കാം എന്ന് പറഞ്ഞാൽ നിയമമല്ലേ പറയാൻ പറ്റും. ഞാനൊരു മന്ത്രിയാണ്, എനിക്കത് പറയാൻ പറ്റില്ല. കാരണം ഒരു മന്ത്രിയെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരം എടുത്ത മന്ത്രി നിയമലംഘനം അനുവദിച്ചു കൊടുക്കാം എന്ന് ഞാൻ പറയാൻ പറ്റത്തില്ല. ഓൾട്രേഷനൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടം. ഞാനൊക്കെ ചെറുപ്പത്തിൽ നന്നായിട്ട് വണ്ടിയൊക്കെ ഓൾട്ടർ ചെയ്ത് നടന്നത്. അന്ന് ഈ നിയമങ്ങളൊന്നും ഇല്ലായിരുന്നു. ഫ്രണ്ടിൽ ലൈറ്റൊക്കെ നമ്മളും വയ്ക്കുമായിരുന്നു. അത് അന്നത്തെ. പക്ഷേ ഇന്നത് പറ്റും. വണ്ടി പ്രാന്തം കൂടിയായിരുന്നു. വണ്ടി പ്രാന്തനായിരുന്നു. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ 2 ലൈറ്റൊക്കെ വെച്ചിട്ട് അതറോ എന്നൊരു സിനിമയുണ്ട്. അതിനകത്ത് എൻ്റെ ഒരു വണ്ടിയാണ്, ഒരു മാരുതി വാനാണ്. അതിന് മേളിൽ 2 യെല്ലോ ലൈറ്റൊക്കെ വെച്ച് ഇങ്ങനെ സ്റ്റൈലാക്കിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് അത് വലിയ ക്രൈസായിരുന്നു. ഫ്രണ്ടിൽ നിറച്ച് ലൈറ്റ് CR ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പുതിയ ലൈറ്റുകളൊക്കെ വെച്ച് നല്ല ഓൾട്രേഷൻ ചെയ്യുമായിരുന്നു ഞാൻ നന്നായിട്ട്. ഞാൻ ഓൾട്ടർ ചെയ്ത് ഈ താക്കോലുണ്ടല്ലോ, സ്റ്റാർട്ട് ചെയ്യുന്ന താക്കോൽ പ്ലെയിൻ്റെ പോലെ മേളിലാക്കിയിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ഈ സ്വിച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാകില്ലേ, ഇത് അന്ന് ബോംബെയിൽ നിന്ന് സ്വിച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ താക്കോൽ താഴെ തിരിക്കും, സ്റ്റാർട്ടാക്കുന്ന മേളിലൊരു സ്വിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ടക്ക് വണ്ടി സ്റ്റാർട്ടാവും. മുകളിലാണ് സ്റ്റാർട്ടാക്കുന്നത്. ഇപ്പോഴാണ് നമ്മൾ സ്വിച്ച് വെച്ച് സ്റ്റാർട്ടാക്കുന്നില്ലേ, സ്റ്റാർട്ടർ സ്റ്റോപ്പില്ലേ. ഇത് ഞാൻ അന്നത്തെ കാലത്ത് എൻ്റെ വണ്ടിയിൽ ഓൾട്ടർ ചെയ്ത് ഇലക്ട്രീഷ്യനെ വെച്ച് തിരുവനന്തപുരത്ത് ഒരു വർക്ക്ഷോപ്പിൽ ഇലക്ട്രീഷ്യനെ വെച്ചിട്ട്, മണക്കാട് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ നല്ല മിടുക്കൻ ഇലക്ട്രീഷ്യൻ ഉണ്ട്. അങ്ങനെ വെച്ചിട്ട് നമ്മൾ മേളിൽ ഓൾട്ടർ ചെയ്ത് വെച്ചിട്ട് ഈ സ്വിച്ച് താഴെ ഓൺ ചെയ്യും. താക്കോൽ തിരിച്ച് മേളിലൊരു സ്വിച്ച് ഉണ്ട്, അതിങ്ങനെ ഞെക്കുമ്പോഴത്തേക്കും ടക്ക് സ്റ്റാർട്ടാവും. ചെറിയ പണിയൊന്നും അല്ല എടുത്ത് അന്ന് ഏത് ഇപ്പോഴാണ് ഈ വണ്ടിക്ക് സ്റ്റാർട്ടർ വരുന്നില്ലേ, നമ്മൾ സ്റ്റാർട്ടർ സ്റ്റോപ്പ് സ്വിച്ച് ഇല്ലേ, ഇത് അന്ന് പുഷ് ബട്ടൺ സ്റ്റാർട്ട് അന്ന് ഉണ്ടാക്കിയവനാണ് ഞാൻ. അതൊക്കെ വണ്ടി ടേപ്പ് റെക്കോർഡറൊക്കെ മേളിലൊക്കെ വെച്ചിട്ട് കാസറ്റൊക്കെ ഇടുന്ന മേളിലാണ് പ്ലേ ചെയ്യുന്നതൊക്കെ. താക്കോല് മേളിൽ ഇങ്ങനെ എല്ലാം മാരുതിയിലായിരുന്നു. ഇതൊക്കെ മാരുതിയിലും ഫിയറ്റിലും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് മാരുതിയിൽ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അതന്ത കാലം. ഇപ്പോൾ എനിക്കിത് ഇപ്പോഴത്തെ പിള്ളേർ ഇത് ചെയ്യേണ്ടെന്ന് ആഗ്രഹമുണ്ടോ? ഒന്നുമില്ല, അവർ ചെയ്യാം. പക്ഷേ നിയമത്തിന് പുറത്തേക്ക് ഒരു മന്ത്രിക്ക്, പ്രതിപക്ഷ നേതാവിന് പറയാം, പക്ഷേ മന്ത്രിക്ക് അതുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് ഇതിനകത്തൊന്നും വിരോധമില്ല. ഞാൻ ഇതൊക്കെ ആകർഷണീയമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ രസകരമായി ചിന്തിക്കുന്ന ആളാണ്. എൻ്റർടൈൻമെൻ്റ് ആണ്. പിന്നെ അതൊക്കെ പിള്ളേർ, ഒരു പ്രായത്തിലുള്ള ആൾക്കാരുടെ അന്നത്തെ ഒരു ക്രൈസാണ്.